ഹരി ഓം. ദശകം 72, ശ്ലോകം 7. സായം സഗോപഭവനാനി ഭവച്ചരിത്രഗീതാമൃതപ്രസൃതകർണരസായനാനി പശ്യൻ പ്രമോദസരിദേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവദ്ഭവനസന്നിധിമന്വയാസീത്. സായം സഹ ഗോപഭവനാനി ഭവച്ചരിത്ര സായം സ ഗോപഭവനാനി ഭവച്ചരിത്ര ഗീതാമൃത പ്രസൃത കർണരസായനാനി കർണരസായനാനി പശ്യൻ പ്രമോദസരിതാ ഇവ പ്രമോദസരിതേവ കില കിലോഹ്യമാനോ പശ്യൻ പ്രമോദസരിതേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവന സന്നിധിം അന്വയാസീത് ഭവന സന്നിധിമന്വയാസീത് ഗച്ഛൻ ഭവന സന്നിധിമന്വയാസീത്. സായം സഗോപഭവനാനി ഭവച്ചരിത്രഗീതാമൃതപ്രസൃതകർണരസായനാനി പശ്യൻ പ്രമോദസരിദേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവനസന്നിധിമന്വയാസീത്. ശ്ലോകം 7 അന്വയവും അർത്ഥവും. സഹ ഭവച്ചരിത്രഗീതാമൃതപ്രസൃതകർണരസായനാനി ഗോപഭവനാനി പശ്യൻ പ്രമോദസരിതാ ഉഹ്യമാനഃ ഇവ കില ഗച്ഛൻ സായം ഭവനസന്നിധിം അന്വയാസീത്. സഹ ക്രൂരൻ ഗീതാമൃതപ്രസൃതകർണരസായനാനി ഭവച്ചരിത്ര ക്രൂരൻ നിന്തിരുവടിയുടെ ആ ചരിതാമൃതത്തിൻ്റെ പ്രവാഹമാകുന്ന കർണരസായനം ഒഴുകുന്ന ഗോപഭവനാനി പശ്യൻ ഗോപഗൃഹങ്ങളെ ദർശിച്ചുകൊണ്ട് പ്രമോദസരിത ഉഹ്യമാനഃ പ്രമോദസരിത ആനന്ദ നദിയിൽ ഒഴുകിപ്പോകുന്നവനോ പ്രമോദസരിത ഉഹ്യമാനഃ ഇവ കില ആനന്ദ നദിയിൽ ഒഴുകിപ്പോകുന്നവനോ എന്നു തോന്നും വണ്ണം ഗച്ഛൻ സായം നടന്ന് അന്തിനേരമായപ്പോഴേക്കും ഭവനസന്നിധിം അന്വയാസീത് നിന്തിരുവടിയുടെ ഗൃഹത്തിനു സമീപം എത്തിച്ചേർന്നു. അപ്പോൾ ഈ അക്രൂരൻ രാവിലെ പുറപ്പെട്ടിട്ട് സന്ധ്യാസമയമായി അവിടെ എത്തിയപ്പോൾ മുതൽ ഓരോ വീട്ടിൽ നിന്നും ഇങ്ങനെ ഭഗവാന്റെ ലീലകളാകുന്ന ആ ഗീതാമൃതം അങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ അവർ ഓരോരുത്തരും പാട്ട് പാടുകയാണ്. ആ പൂതനയെ കൊന്നത്, ശകടാസുരൻ വന്നത്, ശകടാസുരൻ്റെ വണ്ടി ആ തവിട് പൊടിയാക്കിയത്, തൃണാവർത്തനെ കൊന്നത്, ഇങ്ങനെ എല്ലാ അസുരന്മാരുടെയും വധം ഇതൊക്കെ അവിടെ എഴുതാൻ അറിയുന്നവർ നല്ല ഭംഗിയായിട്ട് എഴുതി പാട്ട് അറിയാവുന്നവർ പാട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ വീടുകളിലും ഒരുപോലെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ആ പാട്ടിൻ്റെ ആ ഒഴുക്ക് ആ പാട്ടുകൾ കർണാനന്ദകരമായിരിക്കുന്നു. ആ ഗീതാമൃതം അത് കേട്ടുകൊണ്ടാണ് അക്രൂരൻ പോകുന്നത്. മാത്രമല്ല അവർ ആ പാടിക്കൊണ്ടിരിക്കുന്നത് കാണുകയും ചെയ്തു. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് ഒരു സരിത്ത് എന്ന് പറഞ്ഞാൽ നദി വരുന്നത് പോലെ എന്ത് നദിയാണ് അത്? ആനന്ദത്തിൻ്റെ നദി. ആ നദിയിൽ അക്രൂരനിങ്ങനെ ഒഴുകിപ്പോകുന്ന പോലെയാണ് അക്രൂരന് തോന്നിയത്. അപ്പം അങ്ങനെ ആ നന്ദഗോപരുടെ ആ നിന്തിരുവടിയുടെ ആ ഗൃഹത്തിന് സമീപം എത്തി. അതാണ് നമ്മളും ചെയ്യേണ്ടത്. എന്ത്? ആ ഭഗവാന്റെ ലീലകൾ എത്രത്തോളം കേൾക്കാമോ അത്രത്തോളം കേൾക്കുക. അപ്പോൾ മറ്റു വിഷയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരത്തില്ല. വന്നാലും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോകും. ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അപ്പോൾ അവർ പറയാറുള്ള ഒരു ഉദാഹരണം ഇതാണ് എന്ന് വെച്ചാൽ, പഴയ ഒരു ഡ്രം വീട്ടിൻ്റെ പുറകുവശത്ത് ഇരിപ്പുണ്ട്. അത് നിറച്ച് ചളിവെള്ളം നിറഞ്ഞിരിക്കുകയാണ്, മണ്ണും അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഒരു ബുദ്ധി തോന്നിയത്. എന്താണ്? ആ പൈപ്പും ഉണ്ട്, ഹോസും ഉണ്ട്. ആ വെള്ളം അതിനുള്ളിലേക്ക് കടത്തി വിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ആ ചളിവെള്ളം എല്ലാം ഇങ്ങനെ ഒഴുകിപ്പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ സമയം പൈപ്പ് ഇങ്ങനെ തുറന്ന് വിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ചളിവെള്ളം ഇളകിപ്പൊക്കോണ്ടിരിക്കും. അപ്പോൾ കുറേ സമയം കഴിയുമ്പോൾ ഈ ചളിവെള്ളം മുഴുവൻ പോയി നല്ല വെള്ളം മാത്രമാകുന്നു. അപ്പോൾ അതുപോലെ ആ നല്ല വെള്ളമാണ് ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ. അത് കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോൾ നമ്മുടെ ആ ഉള്ളിലുള്ള ആ രാഗദ്വേഷാദികൾ ഇല്ലാതാകുന്നു. ഇടയ്ക്ക് ആ ഭക്തിയാകുന്ന ഒരു തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളൊക്കെ ഭഗവത് സ്വരൂപികളായി തീരും എന്നാണ് പറയുന്നത്. സായം സ്വഗോപഭവനാനി ഭവച്ചരിത്ര ഗീതാമൃതപ്രസൃതകർണരസായനാനി പശ്യൻ പ്രമോദസരിദേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവദ്ഭവനസന്നിധിമന്വയാസീത്.